ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈജസ്റ്റീവ് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 20 പീസ് ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് ഫൈൻ പൗഡർ ആവണമെന്നില്ല. നമ്മൾ മിക്സിയിലൊക്കെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓവൻ സേഫ് ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ടോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകും. നമുക്കതൊരു പീസായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമ്മളൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടണം. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ലെയർ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറിലാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൂളാകാൻ വെക്കണം. ഒട്ടും തന്നെ ചൂട് പാടില്ല നമ്മൾ സെക്കൻഡ് ലെയർ ചേർക്കുമ്പോൾ. ഞാനിവിടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ മൈക്രോവേവിലോ അല്ലെങ്കിൽ ഒരു സോസ് പാനിലോ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളപ്പിക്കരുത്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലെ നന്നായി തണുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ലെയറും ഒട്ടും തന്നെ ചൂട് പാടില്ല. ബിസ്ക്കറ്റ് ലെയർ ചൂടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ലെയർ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ഇത് ഒന്ന് ചരിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മൾ ഈ ലെയർ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഹാർഡായിട്ട് വരും. നല്ല ഹാർഡല്ല, അതൊന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് 3rd ലെയർ ചേർക്കാം. ഇനി നമ്മൾ 3rd ലെയറിനായിട്ട് ഇവിടെ ഒരു 1/2 കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുക്കിംഗ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഗാലക്സി അതുപോലെയുള്ള ഏത് ചോക്ലേറ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും മെൽറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, സെക്കൻഡ് ലെയർ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചോക്ലേറ്റ് ലെയർ നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമ്മളൊരു 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പുഡിങ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്. 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.